വെൽക്കം ടു QA ഫോക്കസ്. +2 ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് ഡെറിവേറ്റീവ്സ് ഡിഫറൻസിയേഷൻ എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതായിട്ടോ ഒക്കെ നമുക്ക് തരും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും dA/dt, dx/dt, dv/dt, വോളിയം ആണെങ്കിൽ dv/dt, ഏരിയ ആണെങ്കിൽ dA/dt, അതുപോലെ തന്നെ പെരിമീറ്റർ ആണെങ്കിൽ dp/dt, അങ്ങനെയുള്ള വേരിയേഷൻ. ഇപ്പോൾ ഒരു സൈഡാണ് വേരി ചെയ്യുന്നതെങ്കിൽ dx/dt, റേഡിയസ് ആണ് വേരി ചെയ്യുന്നതെങ്കിൽ dr/dt. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചോ, എക്സാമിന് ഒട്ടും തന്നെ മാർക്ക് കളയണ്ട. ഇപ്പം തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ എക്സാം ആകുമ്പം ഈ ടോപ്പിക്കൊക്കെ ലാസ്റ്റ് ടൈമിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മാത്രം മതി. തുടങ്ങിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ വെൻ ആർ ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ വായിച്ചോ. ക്വസ്റ്റ്യനകത്ത് എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, ശരിയാണോ? ഏരിയ എ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ DA വിത്ത് റെസ്പെക്ട് ടു ആരാണ്? റേഡിയസ് ആണ്. dA/dr ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? റേറ്റ് ചേഞ്ച് ഇൻ ഏരിയ ആണ്, വിത്ത് റെസ്പെക്ട് ടു എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ dA/dr ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം πr² ആണ്, ശരിയാണോ? ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് πr² ആണ്. അങ്ങനെയെങ്കിൽ dA/dr എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ കോൺസ്റ്റന്റ് ആണ്. r² ഡെറിവേറ്റീവ് എടുക്കുക. r² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2r എന്ന് വരും, ശരിയാണോ? അല്ലെങ്കിൽ 2πr എന്ന് വരും. ഇവിടെ നമുക്ക് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലേ. ആർ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? dA/dr എപ്പോഴാ? r ഈക്വൽ ടു 4 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു 2π ഇൻറ്റു ആറിന് പകരം എത്ര കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി അല്ലേ. എന്ത് കിട്ടും? 8π എന്ന് കിട്ടും. 8π ഏരിയയാണ്. ഓക്കെ, കഴിഞ്ഞു. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. dA/dr എപ്പോഴാണ്? r ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആയിരിക്കുമ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സിമ്പിൾ അല്ലേ, പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദി റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് തന്നിരിക്കുന്നത് അല്ലേ. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ് വെൻ ആർ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഈ ക്വസ്റ്റിൻ്റെയും തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്തേ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസിങ്. റേറ്റ് അറ്റ് വിച്ച് എന്ന് പറഞ്ഞിരിക്കുമ്പം റേറ്റ് അറ്റ് വിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. /dt ആണ് നമുക്ക് കിട്ടേണ്ടത്. /dt ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റിനകത്ത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് വന്നതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് dA/dr എന്ന് എടുത്തത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഈ ക്വസ്റ്റിനകത്ത് radius of a circle is increasing uniformly at the rate of 3 centimeter per second. That means dr by dt
ടി ഈക്വൽ ടു 3 നമുക്കിവിടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ്. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡി എ ബൈ ഡി ടി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡി എ ബൈ ഡി ടി വേണം നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. സർക്കിൾ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡി എ ബൈ ഡി ടി. ഡി എ ബൈ ഡി ടി ആണ് നമുക്കിവിടെ കിട്ടേണ്ടത് അല്ലേ. ഡി എ ബൈ ഡി ടി ചെയ്യുമ്പോഴത്തേക്കും രണ്ട് സൈഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പൈ കോൺസ്റ്റൻ്റ് ആണ്, 2r എഴുതി, പിന്നെ ആരും കൂടി വരും, ഡി ആർ ബൈ ഡി ടിയും കൂടി വരും അല്ലേ. ഡെറിവേറ്റീവ് ഓർമ്മയില്ലേ, പാരാമെട്രിക് ഫോം. ഡി തീറ്റ തന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഡി തീറ്റ തരും, ഡി ടി തരും അല്ലേ. പാരാമെട്രിക് ഫോമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പാരാമെട്രിക് ഫോമാണ്. പാരാമെട്രിക് ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? പാരാമെട്രിക് ഫോമാണ്, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പൈ ഇൻറ്റു ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി, 2r എന്ന് എഴുതി, ദെൻ r വിത്ത് റെസ്പെക്ട് ടു ഡി ടിയും കൂടി എഴുതി, ദറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി. ഇനി സിമ്പിളാണ്, പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് കിട്ടേണ്ടത് ഡി എ ബൈ ഡി ടി എപ്പോഴാണ്? അറ്റ് r ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് കിട്ടേണ്ടത്. 2π ഇൻറ്റു r എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു ഡി ആർ ബൈ ഡി ടി നമുക്കിവിടെ തന്നിട്ടുണ്ട് 3 ആണെന്ന്. ഓക്കെ ആണോ? സോൾവ് ചെയ്താൽ മാത്രം മതി. 6 60 അല്ലേ, 60π സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 60π സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആയോ? ആകെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പാരാമെട്രിക് ഫോമിൽ വരികയാണെങ്കിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക അത്രമാത്രം. ഡി എ ബൈ ഡി ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ഡി ടിയും കൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ 2π r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. അതിൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. r എന്തുവാൻ തന്നിട്ടുണ്ട്, ഡി ആർ ബൈ ഡി ടി എന്തുവാൻ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, ആൻസർ ആയിക്കോളും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തത് ഇൻക്രീസിങ് അറ്റ് ദി റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. ഇൻക്രീസിങ് അറ്റ് ദി റേറ്റ് ആണ്. ഇൻക്രീസിങ് ക്വസ്റ്റ്യനും വരാം, ഡിക്രീസിങ്ങിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an edge of a cube is increasing at the rate of 2 centimeter per second. How fast is the volume increasing when the edge is 20 centimeter? How fast എന്ന് പറയുമ്പം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് അല്ലേ, വോളിയം ആണ്. അപ്പം ഡി വി ബൈ ഡി ടി ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഡി വി ബൈ ഡി ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദി റേറ്റ് ഓഫ്, ഒരു ക്യൂബിൻ്റെ എഡ്ജ് നമുക്ക് എ എന്ന് എടുക്കാം. എഡ്ജ് എ എന്ന് എടുക്കുകയാണെങ്കിൽ ഡി എ ബൈ ഡി ടി നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഡി എ ബൈ ഡി ടി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഡി എ ബൈ ഡി ടി 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡി വി ബൈ ഡി ടി ആണ്. ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എഡ്ജ് എ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡിൻ്റെ ലെന്ത് എ ആണെങ്കിൽ എ ക്യൂബ് ആയിരിക്കും അല്ലേ. ലെന്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അല്ലേ. ഇപ്പം ഇതിൻ്റെ എഡ്ജ് എ തന്നിട്ടുണ്ട്. എഡ്ജ് എ ആണെങ്കിൽ ലെന്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലേ, ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം കിട്ടും. ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു
എ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3a². ഇനി എന്ത് ചെയ്യണം? എ വിത്ത് റെസ്പെക്ട് ടു ടൈമും കൂടി ചെയ്യണം. എ വിത്ത് റെസ്പെക്ട് ടു ടൈമും കൂടി ചെയ്യണം. dA/dt കൂടി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ dV/dt ഈക്വൽ ടു എന്തെന്ന് എഴുതാം? dV/dt ഈക്വൽ ടു 3 ഇൻറ്റു എഡ്ജ് 20 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ടല്ലേ, 20യുടെ സ്ക്വയർ ഇൻറ്റു dA/dt ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദി റേറ്റ് ഓഫ് 2 തന്നിട്ടുണ്ട്. 2 കൊടുക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായി 3 ഇൻറ്റു 400 ഇൻറ്റു 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായി കഴിഞ്ഞു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഇത്തിരി ഡിഫറെൻ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്. ദി ലെങ്ത് എക്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഡിക്രീസിങ് അറ്റ് ദി റേറ്റ് ഓഫ്, ഇൻക്രീസിങ് അല്ല ഡിക്രീസിങ് ആണ്, 1 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് ആണ്. അതായത് ഒരു മിനിറ്റിൽ 1 സെൻറ്റിമീറ്റർ വെച്ച് ലെന്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ലെന്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഡ്ത്തോ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 3 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 3 സെൻറ്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ വെൻ എക്സ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് വൈ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ. കേട്ടോ, ഇവിടെ ഒരു റേറ്റ് ഓഫ് ചേഞ്ചും കൂടി ഉണ്ട്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്നാണ് മീൻ ചെയ്യുന്നത്. ഓഫ് ദി റെക്റ്റാങ്കിൾ വെൻ എക്സ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് വൈ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. അതായത് ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുക. ആ റെക്റ്റാങ്കിളിൻ്റെ ലെന്തും വിഡ്ത്തും, ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ വെച്ച് ഒരു മിനിറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്ററും വൈ ഈക്വൽ ടു 6 സെൻറ്റിമീറ്ററും ആകുമ്പം ഇതിൻ്റെ പെരിമീറ്ററിനും ഏരിയയ്ക്കും വരുന്ന ചേഞ്ച് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിവിടെ dx/dt ഈക്വൽ ടു ഡിക്രീസിങ് ആണ് -1 എന്ന് കൊടുക്കാം. dy/dt ഇൻക്രീസിങ് ആണ് 3 ആണ്. dy/dt ഇൻക്രീസിങ് ആണ്, നമുക്ക് 3 എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമുക്ക് പെരിമീറ്റർ ആണ് കിട്ടേണ്ടത്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെന്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അല്ലെങ്കിൽ ഇവിടെ L പ്ലസ് ബി അല്ലെങ്കിൽ X പ്ലസ് ബി, ലെന്ത് പ്ലസ് വിഡ്ത്ത്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ dp/dt ഈസ് ഈക്വൽ ടു, dp/dt എന്ന് പറയുന്നത് 2 ഇൻറ്റു dx/dt പ്ലസ് dy/dt. രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈക്വൽ 2 ഇൻറ്റു dx/dt എത്രയായിരുന്നു? -1 ആണ് അല്ലേ? dx/dt ഈസ് -1, dy/dt ഈസ് 3. -1 പ്ലസ് 3, that is 2 into 2, that equal to 4 centimeter. ഇനി എന്താ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്?
ഏരിയ എന്ത് ചേഞ്ച് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏരിയ ചേഞ്ചും കൂടി നമുക്ക് ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു എക്സ് വൈ, ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി ടി പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ അല്ലേ. ദാറ്റ് ഈക്വൽ എക്സ് എന്ന് പറയുന്ന ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്ന് അല്ലേ. എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് വൈ, വൈ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി എക്സ് ബൈ ഡി ടി അല്ലേ, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് -1 ആണ്. 24 മൈനസ് 6 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. 8 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് ആയിരിക്കും. 8 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് ആയിരിക്കും. കണ്ടോ. ഇവിടെയും വേരിയേഷൻ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് ആണ്. 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. അതുപോലെ തന്നെ മുകളിലോട്ടും ഇവിടെയും ഓളിയോ ആണ്. അപ്പം എന്ത് വരും? സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വരും. സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ആദ്യം ചെയ്തതിനകത്ത് ഏരിയ ആണ്. ഏരിയ ചേഞ്ച് ആകുന്നതാണ് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ഡി ആർ ആണ്. ഓക്കെ, 8π സെൻറ്റിമീറ്റർ ആണ്. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കും സെൻറ്റിമീറ്റർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ആണ്. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻക്രീസിങ് ഡിക്രീസിങ് വരികയാണെങ്കിൽ ഏരിയയുടെ കേസിലും ക്യൂബിൻ്റെ കേസിൽ റെക്റ്റാങ്കിളിൻ്റെയൊക്കെ കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഈ പ്രോബ്ലംസ് ഒക്കെ ഇപ്പം തന്നെ ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഇപ്പം തന്നെ ചെയ്ത് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. സിമ്പിളാണ്, എക്സാമിന് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. മാർക്ക് ഒട്ടും കളയരുതും. കഴിയുന്നത് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റിനൊക്കെ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇനി ഇതേപോലുള്ള സിമ്പിൾ ക്വസ്റ്റിനൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു 2 മാർക്കിന് പ്രതീക്ഷിക്കാം. എന്ത് തന്നെയാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വിട്ടുകളയരുത്. ഇപ്പോഴേ ചെയ്ത് പഠിച്ചോണം കേട്ടോ. എന്തായാലും ഫൈനൽ എക്സാമിന് ഇതൊരു അസറ്റ് ആയിരിക്കും. ഈ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു ഹെൽപ്പായിട്ട് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. മോഡൽ എക്സാം ഒക്കെ എടുക്കുമ്പോൾ പഠിക്കാൻ ടൈമൊക്കെ തീരെ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് വിടാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.